Yes. Hello everyone. Welcome to Rahil's Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് സൈക്കോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട PYQ ഡിസ്കഷൻ ആണ്. PYQ ഡിസ്കഷൻ എന്ന് പറയുമ്പം ചോദ്യം പറയാ, അതിന്റെ ആൻസർ തരിക, അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോക്കല്ല. അതൊരു ചോദ്യം നമ്മൾ തരും, അതിന്റെ ആൻസർ തരും, അതിന്റെ കൂടെ തന്നെ ആ ആൻസറിൽ പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളെ പാർട്ട് 3 ആട്ടോ. പാർട്ട് 1, പാർട്ട് 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്കും കൂടി ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അഡീഷണലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ആൽബർട്ട് ബണ്ടൂര, ദ കീ ടു പോസിറ്റീവ് മോറൽ ഡെവലപ്മെന്റ് ഈസ് വാട്ട്? ഫിയർ ഓഫ് പണിഷ്മെന്റ് ആണോ, ഗുഡ് ഇൻസ്ട്രക്ഷൻ ആണോ, സെൽഫ് റെഗുലേഷൻ ആണോ, അബ്സ്ട്രാക്ട് റീസണിങ് ആണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്? പോസിറ്റീവ് മോറൽ ഡെവലപ്മെന്റ്, അഥവാ ധാർമ്മികമായിട്ടുള്ള ഒരു വികാസം, അല്ലെ? നല്ലതും ശരിയും, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാസം, വ്യക്തി വികാസത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്, അല്ലെ? പോസിറ്റീവ് മോറൽ ഡെവലപ്മെന്റ്. ഈ പോസിറ്റീവ് മോറൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതിനനുസരിച്ച് പോസിറ്റീവായിട്ടോ അതിനെ ട്രിഗർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ഈ താഴെ കൊടുത്തതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഫിയർ ഓഫ് പണിഷ്മെന്റ് ആണോ, പേടി കാരണമാണോ നമ്മൾ മോറലായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? ഗുഡ് ഇൻസ്ട്രക്ഷന്റെ കാരണമാണോ, സെൽഫ് റെഗുലേഷന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണോ? ഈ പറയപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോറൽ ഡെവലപ്മെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്താണ്? പോസ് ചെയ്യാൻ കണ്ടുപിടിക്കാട്ടോ, ഞാൻ സമയം കളയുന്നില്ല, ആൻസറിലോട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? സെൽഫ് റെഗുലേഷൻ ആണ്, അല്ലെ? അപ്പൊ ആൽബർട്ട് ബണ്ടൂർ എന്താ പറയുന്നത്? ദ കീ ടു പോസിറ്റീവ് മോറൽ ഡെവലപ്മെന്റ് ഈസ് സെൽഫ് റെഗുലേഷൻ, അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കീ എന്ന് പറയുന്നതാണ് അത് സെൽഫ് റെഗുലേഷൻ ആണ്, അല്ലെ? എന്താണ് അപ്പൊ സെൽഫ് റെഗുലേഷൻ എന്നൊരു ചോദ്യം ഉണ്ടാവും, റൈറ്റ്? As usual, self-regulation is the ability of a person to control, monitor, and evaluate their own thoughts, emotions, and behavior according to moral standards and personal values. അല്ലെ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മോറൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ആ ഒരു മോറൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ള തോട്ടിന്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ വാല്യൂസ് നമുക്ക് എപ്പോഴും നമ്മുടെ മറ്റുള്ള ആളുകൾ ആ രീതിയിലാണ് വിലയിരുത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സ്പെസിഫിക് ആയിട്ടുള്ള തോട്ട്സുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഇമോഷൻസ്, നമ്മളെ സ്വഭാവങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ തോട്ട്സുകളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. ഫൈൻ, എന്റെ ചിന്തകളെ ഞാൻ എന്ത് ചെയ്യാണ്? മാക്സിമം കൺട്രോൾ ചെയ്ത് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, അല്ലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ ചിന്തകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ ഇമോഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആളുകളോട് പെരുമാറുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സെൽഫായിട്ട് സ്വയം പഠിച്ച് മനസ്സിലാക്കി തിരുത്താനുള്ള എന്റെ എബിലിറ്റി, അതാണെന്ത്? സെൽഫ് റെഗുലേഷൻ എന്നുള്ളത്. സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ബണ്ടൂർ എന്താ പറയുന്നേ? പീപ്പിൾ ഡു നോട്ട് ബിഹേവ് മോറലി ഓൺലി ബിക്കോസ് ദേ ഫിയർ പണിഷ്മെന്റ് ഓർ എക്സ്പെക്ട് റിവാർഡ്. ഇൻസ്റ്റെഡ് ദേ ഡെവലപ്പ് ഇന്റേണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്റ് ദെയർ ഓൺ ബിഹേവിയർ, അല്ലെ? മനുഷ്യന്മാര് എന്താണ് വളരെ നോർമലി എന്ത് ചെയ്യുന്നില്ല, അവര് ഓക്കെ, ഞാൻ സമൂഹത്തിൽ പെരുമാറേണ്ടത്, ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കിൽ എന്നെ പണിഷ് ചെയ്യും, എനിക്ക് ശിക്ഷ ലഭിക്കും, നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് കിട്ടും. അതുകൊണ്ടാണോ ഒരു മനുഷ്യൻ മോശമായിട്ടും നല്ലതായിട്ട് പെരുമാറുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? നമ്മളെ പണിഷ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു ചിന്താഗതി, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണ് എന്നുള്ള ഒരു തോട്ട് ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് സ്വയം അവരെന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ബിൽഡ് ചെയ്യും. അതാണ് ഇന്റേണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെൽഫ് റെഗുലേഷന്റെ ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്. നിർബന്ധമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ. വളരെ പ്രധാനമായിട്ട് ഡെവലപ്മെന്റിൽ സംഭവിക്കുന്നതിന്റെ ഒരു ഫാക്ടറാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്?
ഹൗ മെനി മീഡിയേഷണൽ പ്രോസസ് were proposed by ബണ്ടൂര? ഓക്കെ, മീഡിയേഷണൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇവിടെ പിന്നെ ബണ്ടൂര പ്രപ്പോസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, ആ കുട്ടി എന്ത് ചെയ്യാണ്? ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അതൊരു ആക്ടർ ആകാം, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു അങ്കിൾ ആകാം. ഈ കുട്ടി എന്ത് ചെയ്യാണ്? എനിക്ക് ആ അങ്കിളിനെ പോലെ തന്നെ ആകണം, ആ ആക്ടറിനെ പോലെ തന്നെ ആകണം എന്നുള്ള ഒരു തോട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഒരു തരത്തിലുള്ള സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വരുന്ന സംഭവമാണല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവരുടെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിലോട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ ബിഹേവിയറിൽ കൊണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മീഡിയേഷണൽ പ്രോസസ്. ഈ മീഡിയേഷണൽ പ്രോസസ്സ് എത്ര എണ്ണമുണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, 3 ആണോ 4 ആണോ 5 ആണോ 6 ആണോ? എത്ര മീഡിയേഷണൽ പ്രോസസ് എന്ന് ചോദിക്കുന്നത്. പോസ് ചെയ്യുക, കറക്റ്റ് ആൻസറിലോട്ട് നിങ്ങൾ വരിക. എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, according to Albert Bandura's social learning theory, for mediational or cognitive process influence whether a person learn by observing a model. അല്ലെ, ഒരു മോഡൽ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഒരു പേഴ്സൺ ഒരു കാര്യം ലേൺ ചെയ്യുന്നതിന്റെയും ഇടയിൽ 4 മീഡിയേഷണൽ പ്രോസസ് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മീഡിയേഷണൽ പ്രോസസ്? ഒന്നെന്താണ്? അറ്റൻഷൻ ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. അല്ലെ, എനിക്കിപ്പോ ഒരു മോഡലിന്റെ ബിഹേവിയർ എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണം, എനിക്ക് അതുപോലെ കോപ്പി ചെയ്യണം. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു മോഡലിന് ഞാൻ അറ്റൻഷൻ കൊടുക്കണം. വി നീഡ് ടു പേ അറ്റൻഷൻ ടു ദി മോഡൽസ് ബിഹേവിയർ ഫോർ ലേണിംഗ് ടു ഒക്കർ. ഓക്കെ, അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? റിട്ടൻഷൻ. ദ ലേണർ മസ്റ്റ് റിമെമ്പർ ദി ഒബ്സർവ്ഡ് ബിഹേവിയർ സോ ഇറ്റ് ക്യാൻ ബി റീകോൾഡ് ലേറ്റർ. അല്ലെ, വെറും അറ്റൻഷൻ മാത്രം കൊടുത്താൽ മതിയോ? അല്ല, ലേണർ എന്ത് ചെയ്യണം? ആ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള ബിഹേവിയറിനെ ഓർമ്മിച്ച് വെക്കണം, റിമെമ്പർ ചെയ്ത് വെക്കണം. അതാണ് റിറ്റൻഷൻ, റീറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, പിന്നെന്താണ്? റീപ്രൊഡക്ഷൻ. അല്ലെ, ലേണർ മസ്റ്റ് ബി ഏബിൾ ടു ഇമിറ്റേറ്റ് ഓർ പെർഫോം ദി ഒബ്സർവ്ഡ് ബിഹേവിയർ. അല്ലെ, അറ്റൻഷൻ കൊടുത്ത് റിമെമ്പർ ചെയ്തിട്ടുള്ള ആ ബിഹേവിയറിനെ ഞാൻ എന്ത് ചെയ്യണം? ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവിടെ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്? മോട്ടിവേഷൻ. ദ ലേണർ മസ്റ്റ് ഹാവ് എ റീസൺ ഓർ ഡിസയർ ടു പെർഫോം ദി ബിഹേവിയർ. ഞാൻ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ എന്തിനു ഇമിറ്റേറ്റ് ചെയ്യുന്നത്? എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ അന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ ചെയ്യും. ഇപ്പൊ എനിക്കൊന്നും കിട്ടുന്നില്ല, ഒരാളുടെ ഒരു മോഡലിന്റെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യോ? ഇല്ല. എനിക്ക് എപ്പോഴും എന്ത് വേണം? അവിടെ ഒരു മോട്ടിവേഷൻ വേണം. അങ്ങനെ ചെയ്യുന്നതിൽ ചിലപ്പോൾ സോഷ്യൽ ആക്സെപ്റ്റൻസ് ആകാം, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൽബർട്ട് ബണ്ടൂര, just give me 1 second. അതൊരു കോള് വന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൽബർട്ട് ബണ്ടൂര ഹു ഡെവലപ്ഡ് ദി സോഷ്യൽ ലേണിംഗ് തിയറി റിമൈൻഡ് us that. അല്ലെ, ആൽബർട്ട് ബണ്ടൂരയാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്ത ഒരാള്. പുള്ളിക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. എന്താണ് ഓർമ്മപ്പെടുത്തത്? പ്ലേ ഈസ് ഇമ്പോർട്ടന്റ് ആണോ ഓർമ്മപ്പെടുത്തത്? മോഡലിംഗ് ഈസ് പ്രൈമറി വേ ചിൽഡ്രൻ ലേൺ ആണോ ഓർമ്മപ്പെടുത്തത്? അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ക്രൈസിസ് ക്യാൻ ഹാം എ ചൈൽഡ് ആണോ? മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ എവിൽ ആണോ? ഇതിൽ എന്താണ് പുള്ളിക്കാരൻ നമ്മളെ റിമൈൻഡ് ചെയ്ത കാര്യം? പുള്ളിക്കാരൻ പറഞ്ഞായിരിക്കും ഓർമ്മയുണ്ടോ? റിമൈൻഡ് ചെയ്ത കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് പോകട്ടോ. എന്താണ്? മോഡലിംഗ് ഈസ് എ പ്രൈമറി വേ ചിൽഡ്രൻ ലേൺ. മോഡലിംഗിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പ്രൈമറി, ഇതൊരു ഫൗണ്ടേഷണൽ വേ ഓഫ് ലേണിംഗ് തിങ്സ് ആണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ മോഡലിംഗ്? According to Albert Bandura's social learning theory, children learn many behaviors by observing and imitating others. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് അല്ലെ. നമ്മൾ ആദ്യം ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു, ഒരു മോഡലിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മോഡലിംഗ് എന്നുള്ളത്. ഓക്കെ, ലേണിംഗ് ബൈ ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ്. അതാണ് മോഡലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്താണ്? According to Bandura, both dash and dash factors interact to affect human behaviors and learning. അല്ലെ, ഹ്യൂമൻ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ലേണിങ്ങിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ആണോ? എൻവയോൺമെന്റൽ ആൻഡ് ഹെറിഡിറ്റി ആണോ? കോഗ്നിറ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ആണോ? സൈക്കോ മോട്ടോർ ആൻഡ് എഫക്റ്റീവ് ആണോ? ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് ഈസി ആണ്, സിമ്പിൾ പിന്നെ കോൺസെപ്റ്റ്സ് ആണ്.
എന്താണ് കോഗ്നിറ്റീവ് ആൻഡ് എൻവിറോൺമെന്റൽ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അക്കോർഡിംഗ് ടു ആൽബർട്ട് ബണ്ടൂര, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ലേണിംഗ് റിസൾട്ട് ഫ്രം ദി ഇന്ററാക്ഷൻ ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ. ആൽബർട്ട് ബണ്ടൂര എന്താ പറയുന്നത്, ഹ്യൂമൻ ബിഹേവിയർ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്, ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. എന്തൊക്കെയാണ്? ഒന്ന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും. ഓക്കെ, ഹി എക്സ്പ്ലെയിൻ ദിസ് ത്രൂ ദി കോൺസെപ്റ്റ് ഓഫ് റെസിപ്രോസൽ ഡിറ്റർമിനിസം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസിപ്രോസൽ ഡിറ്റർമിനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ്. റെസിപ്രോസൽ ഡിറ്റർമിനിസം മീൻസ് ദാറ്റ് പേഴ്സണൽ ഫാക്ടേഴ്സ്, ബിഹേവിയർ ആൻഡ് എൻവിറോൺമെന്റ് കണ്ടിന്യൂസ്ലി ഇൻഫ്ലുവൻസ് വൺ അനദർ അല്ലെ. ഈ പറയപ്പെടുന്ന മൂന്ന് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഓക്കെ, 1 second. Determinism means that personal factors continuously. Okay, ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കേട്ടോ. സോറി, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, പരസ്പരം അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് പെയർ? ഈ കാണുന്ന പെയർസിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ജോൺ ഡെവി, പ്രാഗ്മാറ്റിസം. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? correct answer. 1 second. Not following pair is not correct. രണ്ട് incorrect option കാണുന്നുണ്ട്. Just let me read this. Okay, John Dewey pragmatism ആണ്, right? Dewey was a pragmatist who believed in learning by doing. learning by doing ഫോക്കസ് ചെയ്ത ഒരാളാണ് ആര്? ജോൺ ഡെവി. അതുകൊണ്ടാണ് അത് പ്രാഗ്മാറ്റിസം എന്നൊരു കോൺസെപ്റ്റ് ആണ്, അത് ശരിയാണ്. വൈഗോട്സ്കി കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണോ എന്നാ ചോദിക്കുന്നത്. Vygotsky is primarily known as social constructivist because he emphasized social interaction, language and culture in learning. അതുകൊണ്ട് തന്നെ ഇത് ടെക്നിക്കലി ഇൻകറക്റ്റ് എന്നാണ് ഉള്ളത്. ഓക്കെ, ജെറോം ബ്രൂണർ എന്താണ്? ഡിസ്കവറി ലേണിംഗ് ആണ്, ശരിയാണ്. ബ്രൂണർ പ്രപ്പോസ്ഡ് ഡിസ്കവറി ലേണിംഗ് where learners actively discover concepts instead of simply receiving information എന്നുള്ളതാണ്. ജീൻ പിയാഗറ്റ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. Piaget is known as cognitive constructivist, not as social constructivist. He believed children construct knowledge through their own interaction with the environment. Okay, അപ്പൊ ഇതിൽ എന്തെങ്കിലും അപ്പീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. എനി അപ്പീൽ, ഇറ്റ്സ് ഫീൽ ഫ്രീ ടു കമന്റ് ഇൻ ദി കമന്റ് ബോക്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇൻ Vygotsky's theory is dash. Okay, പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇൻ വൈഗോട്സ്കി തിയറി പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എന്താണ്? ടാസ്ക് ടു ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു പെർഫോം അലോൺ ബട്ട് ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് അഡൽട്ട് ഗൈഡൻസ് ഓർ സപ്പോർട്ട് ആണോ? ടീച്ചേഴ്സ് ഇന്റർഫിയറൻസ് ഹാമ്പേഴ്സ് ലേണിംഗ് ആണോ? ഡെവലപ്മെന്റ് ഈസ് എ പ്രോക്സിമൽ സോൺ ഓഫ് ഗ്രോത്ത് ആണോ? ലേണിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ഫോർമൽ സെറ്റിംഗ് ആണോ? ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വൈഗോട്സ്കിയുടെ തിയറിയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. താഴെ കൊടുത്ത കോൺസെപ്റ്റിൽ എന്താണ് ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്താണ്? ആൻസർ എ ആണ് അല്ലെ. Tasks too difficult for children to perform alone, but that can be achieved with adult guidance or support. Okay, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ZDP നോക്കാം. The zone of proximal development is one of the most important concepts in Lev Vygotsky's socio-cultural theory. It refers to the gap between what a learner can do independently and what the learner can do with the help of a more knowledgeable person അല്ലെ. അതായത് ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒരു കാര്യങ്ങള് പിന്നെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പരിധിയുണ്ട്. പക്ഷെ അതേ സംഭവം തന്നെ കുട്ടിക്ക് എന്താണ്, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ സഹായം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിന് നമ്മൾ എന്താ പറയാ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡേവിഡ് പോൾ ഒസുബെൽ ബിലീവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഈസ് അച്ചീവ്ഡ് ത്രൂ അല്ലെ. അതായത് കോൺസെപ്റ്റ്സും ഐഡിയാസും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിലൂടെയാണെന്ന് ചോദിക്കുന്നത്. ഇൻഡക്റ്റീവ് റീസണിങ് വഴിയാണോ, ഡിഡക്റ്റീവ് റീസണിങ് വഴിയാണോ, റിഫ്ലക്റ്റീവ് റീസണിങ് വഴിയാണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ എന്ന് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. എന്താണ്? ഡിഡക്റ്റീവ് റീസണിങ് ആണ്. അക്കോർഡിംഗ് ടു ഡേവിഡ് പി ഒസുബെൽ, meaningful learning is best achieved through deductive reasoning where teaching proceeds from general to specific അല്ലെ. എന്താണ് ഈ ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം? മാമൽസിനെ പറ്റി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി ഡിസ്കസിങ് ലയൺസ്, വെയിൽസ്,
ബാറ്റ്സ് ദ ടീച്ചർ ഫസ്റ്റ് എക്സ്പ്ലെയിൻസ് ദി ജനറൽ കോൺസെപ്റ്റ്സ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആനിമൽസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, മാമൽസിലോട്ട് പോകണം. ഓക്കെ, അതായത് ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കണം നമ്മളെ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും സ്പെസിഫിക് ആദ്യം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ABCD പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, A for ant എന്ന് പഠിപ്പിക്കണം. ഓക്കെ, അതെന്താണ്, ജനറൽ ടു സ്പെസിഫിക്കിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് റീസണിംഗ് മീൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ് and then explaining its specific parts or examples, like general to specific. Okay, Ausubel believed that learners understand new information more effectively when they first receive the overall concept, then learn the details. അപ്പോ Ausubel എന്താ വിശ്വസിക്കുന്നത്, പുള്ളിക്കാരൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ലേണേഴ്സിന് എന്താണ്, പുതിയ ഇൻഫോർമേഷൻ എന്താണ്, ആദ്യം ഓവറോൾ കോൺസെപ്റ്റ് ആദ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യണം, അവരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അവർക്ക് എന്താണ്, കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഫൈൻ. നെക്സ്റ്റ് എന്താണ്, ക്രിയേറ്റിവിറ്റി ഈസ് ജനറലൈസ്ഡ് കോൺസ്റ്റലേഷൻ ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്, പേഴ്സണാലിറ്റി വേരിയബിൾസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ട്രേറ്റ്സ്. ദിസ് സ്റ്റേറ്റ്മെന്റ് വാസ് ഗിവൺ ബൈ, ലൈക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ജനറലൈസ്ഡ് കോൺസ്റ്റലേഷൻ ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ്. ഇന്റലക്ച്വൽ എബിലിറ്റീസ് എന്നുള്ള ഇന്റലക്ച്വൽ, അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റി പ്ലസ് പേഴ്സണാലിറ്റി പ്ലസ് പ്രോബ്ലം സോൾവിംഗ് ട്രേറ്റ്സ്, ഈ മൂന്നും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു ക്രിയേറ്റിവിറ്റി. ഇത് പറഞ്ഞത് ആരാന്ന് ചോദിക്കുന്നത്, ഡേവിഡ് ഒസബൽ ആണോ, ബാറ്റ്ലറ്റ് ആണോ, ഹെർലോക്ക് ആണോ, ഓൾപോർട്ട് ആണോ? ഓക്കെ, ഈ പറഞ്ഞ ആളുകളിൽ ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൊപ്പൗണ്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഓസിയെ കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്, ഡേവിഡ് ഒസബൽ ആണ് അല്ലെ. The statement creativity is generalized constellation of intellectual, ഇത് കണ്ടുപിടിച്ചതാണ് given by ഡേവിഡ് പി ഒസബൽ ആണ്. അപ്പൊ എന്താണ് ഒസബൽ എന്താ ഇവിടെ പറഞ്ഞ് നമുക്ക് നോക്കാം. ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു ഒസബൽ, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് എ സിംഗിൾ എബിലിറ്റി. അല്ലെ, ക്രിയേറ്റിവിറ്റി അല്ലെ, ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അത് സിംഗിൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി അല്ല. ഓക്കെ, ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ക്വാളിറ്റീസ്. അല്ലെ, പല പല ക്വാളിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്തിൽ നയിക്കുന്നത്, ക്രിയേറ്റിവിറ്റിയിലോട്ട് നയിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ പിന്നെ എബിലിറ്റീസ് ആണ്, ഒന്ന് ഇന്റലക്ച്വൽ എബിലിറ്റീസ് അല്ലെ, ദ എബിലിറ്റി ടു തിങ്ക്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീസൺ. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഇന്റലക്ച്വൽ എബിലിറ്റി വേണം അല്ലെ, എബിലിറ്റി ടു തിങ്ക്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീസൺ. പിന്നെ വേണമെന്നാണ് പേഴ്സണാലിറ്റി, ട്രേറ്റ്സ് സച്ച് ആസ് ക്യൂരിയോസിറ്റി, ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻസ്, ഓപ്പൺനെസ് ടു ന്യൂ എക്സ്പീരിയൻസ്. ഇത് രണ്ടും വേണം. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി എന്ത് വേണം, പ്രോബ്ലം സോൾവിംഗ് ട്രേറ്റ്സ് അല്ലെ, ദ എബിലിറ്റി ടു ജനറേറ്റ് ഒറിജിനൽ ഐഡിയാസ് ആൻഡ് ഫൈൻഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ് അല്ലെ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഈ മൂന്ന് കാര്യങ്ങളോട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു സംഭവം, ഒരു വികാസം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നീ നോട്ട് ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ദ ബുക്ക് പേർപ്പസീവ് ബിഹേവിയർ ഇൻ ആനിമൽസ് ആൻഡ് മെൻ വാസ് റിട്ടൺ ബൈ ഹൂം അല്ലെ. ഈ ഒരു പുസ്തകം ആരാണ് എഴുതുന്നത് ചോദിക്കുന്നത്, ഡബിൾ കോട്ടല്ല, സിംഗിൾ കോട്ടാണ്. ഹോട്ടൺ ആണോ, എഡ്വിൻ റേ ഗോത്രി ആണോ, ഡേവിഡ് ഒസബൽ ആണോ, എഡ്വേർഡ് സി ടോൾമാൻ ആണോ? കറക്റ്റ് ആൻസർ എന്താണ്, എഡ്വേർഡ് സി ടോൾമാൻ ആണ്. ഓക്കെ, ദ ബുക്ക് പേർപ്പസീവ് ബിഹേവിയർ ഇൻ ആനിമൽസ് ആൻഡ് മെൻ 1932 വാസ് റിട്ടൺ ബൈ എഡ്വേർഡ് സി ടോൾമാൻ, one of the pioneer of the cognitive learning theory. Okay, why this book is important into cadet psychology? In this book, Tolman argued that learning is purposeful. He disagreed with the strict behaviorist view that learning is only SR, stimulus response. എതിരെ ഈ ടോൾമാനെ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെതിരെ. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേർപ്പസ്ഫുൾ ആണ്, അല്ലാതെ കേവലം ഒരു സ്റ്റിമുലസ് റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആർഗ്യൂ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് എന്ത്, പേർപ്പസീവ് ബിഹേവിയർ ഇൻ ആനിമൽസ് ആൻഡ് മെൻ എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാണ്. നമ്മുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഫൈൻ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സീരീസ് പാർട്ട് 4 വരുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. സോ വിൽ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ്
താങ്ക്സ് എവരി വൺ.